ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ അധ്യക്ഷൻ അഭിനന്ദിയ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ 140ാമത് കൺവെൻഷന്റെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്യും. ഈ വർഷത്തെ കൺവെൻഷനിൽ സഭയിലെ അഭിവന്യ തിരുമേനിമാരെ കൂടാതെ സഹോദരി സഭകളിലും വിവിധ സഭകളിലെ മേൽപ്പെട്ടക്കാർ സംബന്ധിക്കുന്നുണ്ട്. മേൽപ്പെട്ടക്കാർ വചന പ്രഘോഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ വർഷത്തെ കൺവെൻഷന്റെ മുഖ്യ പ്രസംഗകരായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് അഖില ലോക സഭാ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി റവറൻഡ് പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളൈ, സ്വിറ്റ്സർലൻഡ്, കൊളംബിയ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന റവറൻഡ് ഡോക്ടർ വിക്ടർ അലായോ, ഡോക്ടർ രാജ്കുമാർ രാമചന്ദ്രൻ ന്യൂഡൽഹി എന്നിവരാണ്. അഖില ലോക സഭാ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ഈ മരാമൻ കൺവെൻഷനിൽ വചന പ്രഘോഷണത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതും ഈ വർഷത്തെ കൺവെൻഷന്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നു. കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് തിങ്കൾ മുതൽ ശനി വരെ പ്രഭാതത്തിലുള്ള ബൈബിൾ ക്ലാസും കുട്ടികളുടെ യോഗം. കുട്ടികളുടെ യോഗത്തിന് CSSM പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടന നേതൃത്വം നൽകും. ബൈബിൾ പഠനത്തിന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജെറി പിള്ളൈ ആയിരിക്കും നേതൃത്വം നൽകുന്നത്. എന്നാൽ ബുധൻ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ മാർത്തോമാ സഭയിലെ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള ബൈബിൾ പണ്ഡിതനായ റവറൻഡ് A.T. സക്കറിയ നേതൃത്വം നൽകും. എല്ലാ ദിവസവും രാവിലത്തെ പൊതുയോഗം 9:30 മണിക്ക് ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിക്കും. മരാമൻ കൺവെൻഷന് സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ 101 അംഗ ഗായിക സംഘം ക്രമീകരിച്ചിട്ടുണ്ട്. നീണ്ട നാളത്തെ ശ്രദ്ധേയമായിട്ടുള്ള പരിശീലനത്തിന് ശേഷമാണ് ഈ ഗായിക സംഘം ഒരുക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലും ഗായിക സംഘത്തിന്റെ ഗാനങ്ങൾ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് മലയാളി മനസ്സുകളിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞുള്ള പ്രത്യേക സമ്മേളനം കുടുംബവേദി സമ്മേളനമാണ്. ഈ വർഷത്തെ കുടുംബവേദി യോഗങ്ങൾക്ക് പ്രമുഖ ഫാമിലി കൗൺസിലർമാരായിട്ടുള്ള ശ്രീമതി റീന ജോൺ, ഡോക്ടർ സിജിയ ബിനു എന്നിവരായിരിക്കും നേതൃത്വം നൽകുന്നത്. ഫെബ്രുവരി 12 ബുധനാഴ്ച എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ളതാണ്. ബുധനാഴ്ച രാവിലത്തെ യോഗം എക്യൂമെനിക്കൽ സമ്മേളനമാണ്. കേരളത്തിലെ വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ സഭാ പിതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ അഖില ലോക സഭാ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറി പിള്ളൈ മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമ്മേളനം ലഹരി വിമോചന സമ്മേളനമാണ്. ആ സമ്മേളനത്തിന് എറണാകുളം മേജർ ആർച്ച് ബിഷപ്പ് നാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ സന്ദേശം. സായാഹ്നത്തിലെ യോഗം എല്ലാ ദിവസവും 6 മണിക്ക് ആരംഭിച്ച് 7:30 മണിക്ക് പൂർത്തീകരിക്കും.
ബുധനാഴ്ച സായാഹ്നത്തിലെ യോഗം സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള അവബോധം ശാക്തീകരിക്കുന്ന പ്രത്യേക യോഗമാണ്. ആ യോഗത്തിൽ ചങ്ങനാശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിപ്പിതാവ് പ്രസംഗിക്കും. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞും 2 മുതൽ 4 മണി വരെയുള്ള പ്രത്യേക യോഗങ്ങൾ മാർത്തോമാ സഭയിലെ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെയും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള യോഗം മാർത്തോമാ സഭയിൽ സ്ത്രീകളുടെ പ്രത്യേക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിന്റെയും യോഗങ്ങളായിരിക്കും. സേവികാ സംഘത്തിന്റെ യോഗത്തിൽ ശ്രീമതി ആനി ജൂല തോമസ് IAS മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള യോഗത്തിന്റെ പ്രത്യേകത ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ മിഷണറി സമ്മേളനമാണ്. സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് അഭിമന്യ ഐസക് മാർ ഫിലിപ്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ഇതുകൂടാതെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് 4 മണിക്ക് യുവവേദി യോഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ വർഷത്തെ യുവവേദി യോഗത്തിൽ മോസ്റ്റ് ഡോക്ടർ സക്രിയാസ് മാർ അപ്രീം മെത്രാപ്പൊലീത്ത, ശ്രീ ജോണി ടോമറീസ് IAS, ശ്രീ ജോർജ് പുളിക്കൻ എന്നിവർ മുഖ്യ പ്രസംഗകർ ആയിരിക്കും. ബുധൻ മുതൽ ശനി വരെ സായാഹ്നത്തിലെ യോഗം 7:30 മണിക്ക് പൂർത്തീകരിക്കുമ്പോൾ 7:30 മണി മുതൽ 8:30 മണി വരെ ഹിന്ദി ആൻഡ് മറാഠി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക മിഷൻ ഫീൽഡ് കൂട്ടായ്മകളും നടത്തുന്നു. മരാമൽ കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദീർഘവർഷങ്ങളായിട്ട് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ. വെള്ളിയാഴ്ച രാവിലെ 7:30 മണിക്ക് കോടഞ്ചേരി സെന്റ് തോമസ് മാർത്തോമാ പള്ളി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി. ശനിയാഴ്ച രാവിലെ 7:30 മണിക്ക് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള പ്രത്യേക പ്രതിഷ്ഠാ ശുശ്രൂഷയും നടത്തപ്പെടും. 16-ാം തീയതി സമാപന ദിനത്തിൽ മരാമണിന് സമീപമുള്ള കോടഞ്ചേരി മാർത്തോമാ പള്ളി, മാരാമൺ മാർത്തോമാ പള്ളി, ചിറയറോഡ് എന്നീ മാർത്തോമാ പള്ളികളില് രാവിലെ 7:30 മണിക്ക് വിശുദ്ധ കുർബാന നടത്തപ്പെടും. ആ വിശുദ്ധ കുർബാനയ്ക്ക് സഭയിലെ മേൽപ്പെട്ടക്കാർ മുഖ്യ കാർമ്മികത്വവും വഹിക്കും. അന്നേ ദിവസം തന്നെ രാവിലത്തെ യോഗം ആരംഭിക്കുന്നത് പന്തൽ വെച്ചുള്ള പ്രത്യേക ആരാധനയോടുകൂടിയാണ്. അതിനും സഭയിലെ മേൽപ്പെട്ടക്കാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മണിക്കുള്ള സമാപന യോഗത്തിൽ സംഘം പ്രസിഡന്റ് അഭിമന്യ ഐസക് മാർ ഫിലിപ്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. മലങ്കര മെത്രാപ്പൊലീത്ത 22-ാമത്തെ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകുന്നതോടുകൂടി 130-ാമത് മരാമൺ കൺവെൻഷന് സമാപ്തി കുറിക്കും. ഈ വർഷത്തെ കൺവെൻഷന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിലും അത് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളും ത്രിതല പഞ്ചായത്തുകളും ഇതിന്റെ ക്രമീകരണങ്ങളിൽ സഹകരിക്കുന്നു. ഈ കഴിഞ്ഞ സമയത്ത് തന്നെ 2 അവലോകന യോഗങ്ങൾ നടത്തത്തക്കവണ്ണം പ്രത്യേകിച്ച് സഹായിച്ചു. അതിന് എല്ലാവരുടെയും സഹകരണം ലഭിച്ചു എന്നും സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ പന്തലിന്റെ പണി അതിന്റെ പൂർത്തീകരണത്തിലാണ്. നാളെ ആ പന്തലിന്റെ
നടത്തപ്പെടും. കോഴഞ്ചേരിക്കും മാരാമണ്ണുമൊക്കെ സമീപമുള്ള ഏതാണ്ട് 31 ഇടവകളാണ് ഈ പന്തൽ, അതുപോലെ കുട്ടിപ്പന്തൽ ഉൾപ്പെടെ ഇത് മേയുന്നതിന് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്, നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സഭയിലെ അംഗീകൃത സംഘടനകൾ, വിവിധ സാന്ത്വന പരിചരണ ശുശ്രൂഷകൾ നടത്തുന്ന കേന്ദ്രങ്ങൾ ഒക്കെ ഈ മാരാമൺ മണപ്പുറത്ത് പ്രത്യേക സ്റ്റാള് ക്രമീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. 101 ഗാനങ്ങൾ അടങ്ങിയതായിട്ടുള്ള, പ്രത്യേകിച്ച് തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഉൾപ്പെടെയുള്ള ഓരോ പാട്ടുകളും ചേർത്ത പാട്ട് പുസ്തകവും തയ്യാറായിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. മാരാമൺ കൺവെൻഷന്റെ എല്ലാ രീതിയിലുള്ള നടത്തിപ്പിനായിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങളും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൺവെൻഷന്റെ ആവശ്യത്തിലേക്ക് യാത്രക്കാരുടെ സൗകര്യത്തിനായിട്ട് KSRTC വിവിധ ഇടങ്ങളിലേക്കും വിവിധ ഇടങ്ങളിൽ നിന്ന് മാരാമണിലേക്കും ബസ്സുകൾ സ്പെഷ്യൽ സർവീസായി നടത്തുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രസിഡന്റ് തിരുമേനി ഉൾപ്പെടെ സംഘത്തിന്റെ ഓഫീസ് ബെയറേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഏതാണ്ട് 24 കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഊഷ്മളമായിട്ട് ഈ സമ്മേളനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുമ്പോഴും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളെയും മാരാമൺ കൺവെൻഷന്റെ അനുഗ്രഹീതമായിട്ടുള്ള ക്രമീകരണങ്ങളിൽ ആദ്യോടൊപ്പം നിങ്ങളുടെ സജീവമായ സാന്നിധ്യവും പ്രതീക്ഷിക്കുകയും ചെയ്തു. പരിസ്ഥിതി സൗഹൃദ സന്ദേശയാത്ര കഴിഞ്ഞ ആഴ്ച വളരെ അനുഗ്രഹീതമായിട്ട് ക്രമീകരിക്കപ്പെട്ടു. രാവിലെ 8 മണിക്ക് ഈ സംഘത്തിന്റെ ജന്മഗൃഹമായ കല്ലിശ്ശേരി കടവിൽ മാളികയിൽ നിന്ന് ആരംഭിച്ച് അത് ഇവിടെ സമാപിച്ച് പരിസ്ഥിതി സൗഹൃദ സന്ദേശയാത്രയിൽ അതിന്റെ ദർശനം ഉൾക്കൊള്ളുന്ന പ്രതിജ്ഞയും എടുത്തു. സംഘം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ സജീവമായ സാന്നിധ്യവും അതിൽ ഉണ്ടായി. തുടർന്നും ഈ പരിസ്ഥിതി സൗഹൃദ അത്തരത്തിൽ തന്നെ ഈ മാരാമൺ കൺവെൻഷന്റെ ക്രമീകരണങ്ങളും നിർവഹിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെ തന്നെ ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ട് തന്നെ ഇത് മുൻപോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നു. പന്തൽ തന്നെ അങ്ങനെയുള്ള ഒരു വലിയ അടയാളമാണല്ലോ. പ്രത്യേകിച്ച് എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾ ഇത്രയും പേർ വന്ന് സംബന്ധിക്കുന്നതിൽ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു.